ഹലോ, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഷൂട്ട് ചെയ്യാനുള്ളൊരു ശ്രമമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നീച്ച് കുളിച്ച് എനിക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കാനുള്ളൊരു കഷായമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തലവേദനയുടെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കഷായമൊക്കെ കുടിച്ച് പിന്നെ മറ്റേത് നമ്മുടെ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റിൻ്റെ വെള്ളം അതിൻ്റെ ഞാനൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ ഇത് രണ്ടും എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും മമ്മി റെഡിയാക്കി വെക്കും ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും. പിന്നെ മമ്മി എന്നത്തെയും പോലെ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ. ഇത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. പിന്നെ ഞാൻ നീച്ചിട്ട് ചെടികൾക്ക് കുറച്ച് വെള്ളമൊക്കെ നിറച്ചു. പിന്നെ ഞാൻ ആ നിറയ്ക്കുന്ന സാധനം കണ്ടു, അത് ഞങ്ങൾ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് നനയ്ക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ആരും കളിയാക്കരുത്. എൻ്റെ മുടി ഇപ്പോഴും മമ്മിയാണ് കേട്ടോ കെട്ടിത്തരും. മമ്മി കെട്ടിത്തരുമ്പോൾ എന്തോ ഒരു പെർഫെക്ഷൻ തോന്നും മുടി കെട്ടണേൽ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ നീച്ചപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോ എന്തെങ്കിലും ഷോർട്സോ എന്തെങ്കിലും എടുത്ത് വെക്കാം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഷോർട്സൊക്കെ എടുത്തു. പിന്നെ ഞാൻ അടുത്ത വീഡിയോ എന്തുണ്ടാക്കണം എന്നുള്ള പ്ലാനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഔട്ട്ലൈൻ പോലെ ഞാൻ വീഡിയോയുടെ ടോപ്പിക്സ് എഴുതി വയ്ക്കും, അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഒന്ന് ഓവർവ്യൂ ആയിട്ടൊന്ന് എഴുതി വയ്ക്കും കേട്ടോ, കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഗൂഗിളിൽ നിന്നൊക്കെ കുറച്ച് ഹെൽപ്പൊക്കെ എടുക്കും, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ചില ദിവസം രാവിലെ നീക്കാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളൊക്കെ ഉറങ്ങിപ്പോകും. ആ ലോഗിൻ ചെയ്യേണ്ട ആ സമയത്തിനാണ് ഞാൻ നീക്കാറുള്ളൂ. പക്ഷേ നേരത്തെ നീക്കണ ദിവസം കുറച്ച് നല്ല പ്രൊഡക്റ്റീവ് ആവാൻ നോക്കും. പിന്നെ ഞാൻ കുറച്ച് ഡ്രോയിങ് ഒക്കെ ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയാണ് പിന്നീട് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് മായ്ക്കൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സംഭവം വരയ്ക്കാൻ നോക്കിയിട്ട് അത് പറ്റണേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കേട് വന്നു പോയിട്ടോ. പിന്നെ ഞാൻ പുതിയ ഡ്രോയിങ് പിന്നെയും വേറെ ഒരെണ്ണം ഉണ്ടാക്കി വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് കാണിക്കാം. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ. നിങ്ങളൊക്കെ കഴിച്ചോ? പിന്നെ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ഹൈബ്രിഡ് ആയത് കാരണം ഇന്ന് വീട്ടിലിരുന്നിട്ടാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ലോഗിൻ ചെയ്തു. നമ്മുടെ ഷട്ടർ തുറക്കണേന്തിയാണ് എനിക്ക് ഈ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഫീൽ. പിന്നെ ഒരു 11 മണിക്ക് ഞാനൊരു ബ്രേക്ക് എടുക്കും. അതിൽ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ടീ ബ്രേക്കാണ്. അപ്പോഴേക്കും മമ്മി ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടോ. അപ്പോഴേക്കും സെക്കൻഡ് ബ്രേക്കിൻ്റെ സമയമായി, ലഞ്ച് ബ്രേക്കായി. അപ്പോൾ ഞാൻ ചോറ്, പിന്നെ ഡാൽ കറി, പിന്നെ ഒരു ബാജി ഉണ്ടായിരുന്നു. പിന്നെ മീൻ എന്തുണ്ടെങ്കിലും എനിക്ക് പപ്പടം വേണം കേട്ടോ. പപ്പടം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടോ ചോദിച്ചുകൊണ്ടാണ് മമ്മിയെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ. പിന്നെ ഞാൻ തൈര് ഇങ്ങനെ ചോറിൽ ഇളക്കി കൂട്ടി കഴിക്കില്ല കേട്ടോ. എനിക്കിങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിൽ തൈര് വേണം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. എന്നെപ്പോലെ കഴിക്കുന്നവരുണ്ടോ? അപ്പോൾ 1 മണിക്കൂറിൻ്റെ ബ്രേക്ക് ആണല്ലോ ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ, കണ്ണിനൊക്കെ ഒന്ന് റെസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ചിലപ്പോൾ മൊബൈൽ നോണ്ടി കിടക്കലാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തു. എത്ര വർക്ക് ഉണ്ടെങ്കിലും ഇടയിലിടയിൽ ചെറിയ ചെറിയ കുട്ടി ബ്രേക്സ് എടുക്കാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനും ഇങ്ങനെ ഇടയിലിടയിൽ കുറച്ചൊന്ന് നടന്ന് വരിക, അല്ലെങ്കിൽ കുറച്ച് ചെടികളെ നോക്കും, അങ്ങനെയൊക്കെ ചെറിയ കുട്ടി ബ്രേക്സ് എടുക്കാറുണ്ട്. പിന്നെ അപ്പോഴേക്കും 4 മണി ബ്രേക്കായി. അപ്പോൾ 4 മണിക്ക് ഞങ്ങൾ കപ്പയും ഉള്ളിസമ്മന്തി ആയിരുന്നു വന്ന്. എനിക്ക് ഈ പച്ച ഉള്ളിസമ്മന്തി നല്ല ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ ഇതിന് ഉള്ളിസമ്മന്തി തന്നെയാണോ പറയുക? 8 മണി 8:30ക്ക് ഞാൻ ലോഗൗട്ട് ചെയ്യും കേട്ടോ. ലോഗൗട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഡ്രോയിങ് ചെയ്തു, TV കണ്ടു, ഡിന്നർ കഴിച്ചു, പിന്നെ കിടക്കാൻ പോയി. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്.